നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തിരഞ്ഞെടുത്ത വിഷയം 100 ബ്രോയിലർ കാടേനെ വളർത്തിയാൽ നമുക്ക് എന്ത് പ്രോഫിറ്റ് കിട്ടും എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അത് ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് നമ്മളോട് ചോദിച്ചതുകൊണ്ടാണ് ഈ വീഡിയോ തിരഞ്ഞെടുക്കാൻ വേണ്ടി കാരണം. അത് നമ്മൾ ഏകദേശം കണക്കാക്കുമ്പം 1000 കാടേനെ വെച്ചുകൊണ്ടാണ് പൊതുവെ നമ്മൾ ഇതിനെ കണക്കാക്കുന്നത്. 1000 കാടേനെ വളർത്തിയാൽ ഇത്ര രൂപ എന്നാണ് നമ്മൾ കണക്കുന്നത്. അത് 100 ആയിട്ടാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. 100 കാട എന്നാണ് എല്ലാവരും നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ 100 കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത് ഏറ്റവും കൂട്ടി വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ കണക്ക് തയ്യാറാക്കുന്നത്. 100 കാടേനെ നമ്മൾ മേടിച്ചു വളർത്തുമ്പോൾ നമുക്ക് ഫസ്റ്റിലെ അതിന്റെ ചെലവ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കുഞ്ഞിന് 10 രൂപ വെച്ച് 100 കുഞ്ഞിന് 1000 രൂപയാണ് അതിന്റെ ചെലവ് വരുന്നത്. അതുകൂടാണ്ട് നമ്മൾ ഒരു ചാക്ക് തീറ്റയ്ക്ക് ഇപ്പത്തെ നമ്മുടെ പുതിയ റേറ്റ് പ്രകാരം വരുന്ന റേറ്റ് 2100 രൂപയാണ് ഒരു ചാക്ക് തീറ്റയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത്. അതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 100 കാടയ്ക്ക് നമുക്ക് 33 കിലോ തീറ്റയാണ് നമുക്ക് അതിന്റെ ചെലവ് വരുന്നത്. അതുപോലെ നമ്മൾ കരണ്ട് മറ്റുള്ള ചെറിയ ചെറിയ ചെലവുകളെല്ലാം കൂടെ നമ്മളൊരു 500 രൂപ അഡീഷണൽ നമ്മൾ അതിൻ്റെ അകത്ത് വെക്കുന്നു. ഏകദേശം ചെലവ് 2800 രൂപ ചെലവും നമ്മൾ ഈ 100 കാടയിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ലാഭം 1700 രൂപയുമാണ് നമുക്ക് 100 കാടയിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം, അതായത് നമ്മൾ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 21 ദിവസം പ്രായമായ കാടേനെ 21 ദിവസം തൊട്ട് 25 ദിവസത്തിനുള്ളിൽ നമ്മൾ ഇതിനെ മാർക്കറ്റിലേക്ക് കൊടുക്കണം. അതായത് 21 ദിവസത്തിന് മുമ്പ് കൊടുക്കാൻ, അതായത് നമ്മൾ ഏകദേശം ഒരു 18 ദിവസം 19 ദിവസമൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് കൂടിക്കൊണ്ടിരിക്കും. അതല്ല 25 ദിവസം മുന്നോട്ട് പോയി ഓരോ ദിവസം പോകുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടേണ്ട പ്രോഫിറ്റ് ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് മാർക്കറ്റിംഗ് ആണ്. ആ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ ഇതിനെ മാർക്കറ്റിംഗ് ചെയ്യണം. അപ്പൊ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന വെച്ചാൽ ഓരോ വ്യത്യസ്ത സ്ഥലത്തും വ്യത്യസ്ത രൂപത്തിലാണ് ഇതിനെ വില അവർ കണക്കാക്കുന്നത്. അതായത് വലിയ കാടേനയെ വേണ്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് വലിയ കാടേനെ ഷോപ്പിലേക്ക് കൊടുക്കുമ്പോൾ 50 രൂപയും അതിൽ ചെറിയ കാട എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 170 ഗ്രാം ഉള്ള കാടേനെ കൊടുക്കുമ്പോൾ 40 രൂപയ്ക്കും 170 ഗ്രാം തൊട്ട് 180 വരെ 45, 180 ഗ്രാം തൊട്ട് 250 ഗ്രാം വരെയുള്ള കാടയ്ക്ക് 50 രൂപ റേറ്റ് പ്രകാരമാണ് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇടുന്ന വിലയാണിത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് മാർക്കറ്റിംഗ് ആണ് ഏറ്റവും പ്രധാനം. ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് ഇതിന്റെ അകത്ത് നിന്ന് കിട്ടുന്ന ലാഭം കുറഞ്ഞുകൊണ്ടിരിക്കും. പുറകോട്ട് കൊടുക്കുന്നത് അനുസരിച്ച് നമുക്ക് ഇതിന്റെ അകത്ത് ലാഭം കൂടും. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ഇത് കൈകാര്യം ചെയ്യേണ്ടതാണ്. മാർക്കറ്റിംഗ് ആണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ചെയ്താൽ നമുക്ക് ന്യായമായ 100 കാടയിൽ നിന്ന് ഏകദേശം ഒരു വിഷമവും കൂടാണ്ട് നമുക്കൊരു 2000 രൂപ തൊട്ട് 1800 രൂപ തൊട്ട് 2000 രൂപ വരെ നമുക്ക് ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരു ബാച്ചിൽ അല്ലെങ്കിൽ 100 കാടയിൽ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു വിഷയം, ഞാനിത് ബ്രോയിലർ കാടയുടെ കണക്കാണ് പറയുന്നത്. നമ്മൾ സാധാരണ മുട്ടക്കാടേനെ നിങ്ങൾ എത്ര ദിവസം വളർത്തിയാലും ഈ പറയുന്ന തൂക്കവോ അല്ലെങ്കിൽ ഈ പറയുന്ന വലിപ്പമോ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. പിന്നെ അതുകൊണ്ട് ഇറച്ചിക്കാടേനെ മാത്രമാണ് ഞാനിത് ബേസ് ചെയ്ത് പറയുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം കൊടുക്കുന്നില്ല, ഏതായാലും 25 ദിവസമാകട്ടെ 30 ദിവസമാകട്ടെ എന്ന് പറയുമ്പോൾ ഈ കാട നിങ്ങളുടെ അടുത്ത് വളർന്ന് ഏകദേശം 450 അര കിലോന്റെ അടുത്ത് 500 ഗ്രാമിന്റെ അടുത്ത് തൂക്കം വരും. അന്നേരം അപ്പോൾ ഇതിൽ കൂടുതൽ ഇത് തീറ്റ തിന്നും നമുക്ക് നഷ്ടത്തിലേക്ക് പോകും. അപ്പൊ നമ്മൾ ഷോപ്പിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഷോപ്പിൽ കാട എന്നേ പറയുള്ളൂ. അത് 250 ഗ്രാം ആണോ 500 ഗ്രാം ആണോ എന്ന് അവര് നോക്കിയല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതിനെ വെച്ച് താമസിപ്പിച്ച് നഷ്ടത്തിലേക്ക് പോകരുത്. കറക്റ്റ് 21 ദിവസം തൊട്ട് അല്ലെങ്കിൽ 18 ദിവസം തൊട്ട് 25 ദിവസത്തിനുള്ളിൽ ഇത് കൃത്യമായിട്ട് മാർക്കറ്റിൽ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ കണക്ക് ശരിയാവുള്ളൂ. അല്ലെങ്കിൽ ഇത് കൂടുതൽ തീറ്റ തിന്നും. നിങ്ങൾ നിർദ്ദേശിക്കുന്ന വീഡിയോയുമായിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.